സച്ചിൻ ദേവിതയുടെയും പുതിയ വിശേഷത്തിൽ, അതായത് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിലേക്കാണ് പോകുന്നത് കൂട്ടുകാരെ. അപ്പോൾ അവർ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ കഴിയണം. പിരിയാത്ത കിളികളെപ്പോലെ അവർ സന്തോഷത്തിൻ്റെ ആദ്യ നാളുകൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചന്ദ്രയ്ക്ക് മനസ്സിലായി ഇവർ തമ്മിൽ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതാണ് അവളുടെ മനസ്സിൽ ഇങ്ങനെ ചിരിയും കളിയും അവൾ വീടല്ല എന്നുള്ള ഒരു ഓർമ്മയിൽ എന്തൊക്കെയോ പെരുമാറുകയൊക്കെ ചെയ്യുന്നപ്പോഴും ചന്ദ്രയ്ക്ക് മനസ്സിലായി ഇനി ഇവിടെ നിർത്തിയെന്നാൽ പറ്റൂല, ഇവർക്ക് തന്നെ ആദ്യം കുഞ്ഞ് ജനിക്കും, അതുകൊണ്ട് കന്നിമാസമാണ്, അതുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ആലോചിക്കുകയാണ് കേട്ടോ. സച്ചിക്കും ദേവതയ്ക്കാണെങ്കിൽ അവർക്ക് പരസ്പരം കണ്ടും മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം അല്ല, അത്രയ്ക്ക് അവർ സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. അങ്ങനെ ചന്ദ്ര എന്ത് ചെയ്ത് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം ചന്ദ്ര വിളിച്ച് പറയിക്കുകയാണ്. രാത്രി 1 മണിയായപ്പോൾ നമ്മുടെ ലക്ഷ്മിയെ വിളിക്കുകയും രേവതിയുടെ അമ്മയെ വിളിച്ച് അറിയിക്കുകയാണ്, നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ, നിങ്ങളെ മോളെ കല്യാണം കഴിച്ച് വിട്ടത് മാത്രം അറിഞ്ഞാൽ മതിയോ, ബാക്കി കാര്യങ്ങളൊന്നും അറിയുന്നത് എന്താ ചേച്ചി ഈ സമയത്ത് വിളിക്കുന്നത്, ഈ സമയത്ത് വിളിച്ചാൽ നിനക്കിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നെങ്കിൽ. അപ്പോൾ രേവ് കേൾക്കുന്ന അമ്മ ഇത് ആരാ വിളിക്കുന്നത്, ചന്ദ്രയാണ് എന്ന് പറയുന്നുണ്ട്, ചന്ദ്ര ചേച്ചിയാണെന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയമ്മ. അപ്പോൾ അമ്മ ഒന്ന് സ്പീക്കറിൽ ഓണാക്കിയിടുക, ഞാനും കൂടെ കേൾക്കട്ടെ എന്ന് പറയും. അതുകൊണ്ട് നാളെ രാവിലെ വന്ന് തന്നെ നിങ്ങളുടെ മോളെ വിളിച്ചുകൊണ്ട് പോകണം, കന്നിമാസമാണ്, ഇവിടെ അങ്ങനെ നിർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, വരാൻ ചേച്ചി, നാളെ ഞാൻ വന്ന് വിളിച്ചിട്ട് പോവാം എന്ന് പറയുന്നുണ്ട്. പിറ്റേന്ന് തന്നെ രാവിലെ നമ്മുടെ ചന്ദ്ര എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും, ആ വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ടോ ഒരാഴ്ചക്കുള്ള ജോലികളല്ല, മാവാട്ടി വെപ്പിക്കുന്നു, ദേവതയെ കൊണ്ട് വീടിനകമെല്ലാം ക്ലീൻ ചെയ്യുന്നു, തുണിയിൽ അലക്കുന്നു, എന്ത് വേണ്ട ആ പാവത്തിനെ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും രേവതി പറയാം, അമ്മ ഫ്രിഡ്ജിൽ മാവിരിപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ ആട്ടുന്നത്, അത് നിനക്ക് അറിഞ്ഞേ പറ്റുള്ളൂ, ഞാൻ പറയുന്നത് കേട്ട് നീ ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയെ കൊണ്ട് ഒരാഴ്ചത്തേക്ക് എന്തൊക്കെ ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റും ആ ജോലികളെല്ലാം പാവത്തിനെ കൊണ്ട് ചെയ്ത് തീർക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, രവീന്ദ്രനോട് കയറി വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറി വരുമ്പോൾ പറയും, ഞാൻ രേവതിയെ വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നത്, കന്നിമാസത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിയാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞ് നമ്മുടെ രേവതിയെ വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നത്. അയ്യോ അതൊക്കെ പണ്ടത്തെ നാട്ടു നടപ്പല്ലേ, ഇപ്പോഴതൊന്നുമില്ല, അതല്ല ഈ മാസത്തിൽ അങ്ങനെ കഴിയാൻ പാടില്ല, അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധികളായ മക്കളുണ്ടാകും, അതുകൊണ്ട് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ്, എങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കുകയാണ് നമ്മുടെ ലക്ഷ്മി അമ്മ. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ചേച്ചി എന്നെ വിളിച്ചിരുന്നു, 1 മണിക്ക് വിളിച്ചിരുന്നു, അങ്ങനെയാണ് ഞാൻ ഇന്ന് രാവിലെ. ഇന്നലെ രാത്രി വിളിച്ചിരുന്നു, എടി ചന്ദ്രേ, നീ പാതിരാത്രിക്കൊക്കെ വിളിച്ച് അവർ പേടിച്ച് പോവില്ലേ, നീ എന്തിനാണ് ഇതൊക്കെ വെച്ച് പറയുന്നത്, അവർക്കറിയാമല്ലോ അവർ എന്താ വേണ്ടതെന്ന് അവർ ചെയ്തോളൂ. അപ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിക്കുന്നു, ശ്രുതി പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴും പറയുന്നുണ്ട്, ശ്രുതിക്ക് എവിടെ പോകാനാണ്, ശ്രുതിക്ക് അവളെ അച്ഛൻ മലേഷ്യയിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ശ്രുതിക്ക് ഇവിടെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ശ്രുതി ഇവിടെ തന്നെ നിൽക്കുമെന്ന് ചന്ദ്ര പറയുന്നത്. അപ്പോഴത്തേക്കും ലക്ഷ്മി പറയുന്നു, അങ്ങനെയാണെങ്കിൽ രേവതിക്കൊരു കൂട്ടുമാവല്ലേ, രേവതിയുടെ നമ്മളടുത്തേക്ക് വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്കവിടെ 3 പേർക്ക് തന്നെ താമസിക്കാൻ സ്ഥലമല്ല, പിന്നെയാണ് ഇവളും കൂടെ വന്ന് അവിടെ താമസിക്കുന്നത്, ശ്രുതി ഒരിടത്തും പോകുന്നില്ല, ശ്രുതി എൻ്റെ അടുത്ത് തന്നെ നിൽക്കുമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് ഇത് ബാധകമല്ലേ എന്നുള്ള രീതിയാണ് ലക്ഷ്മി ആലോചിക്കുന്നത്. അപ്പോൾ ഇതെന്തോ കരുതി കൂട്ടിയുള്ള കാര്യത്തിനാണ് ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ശ്രുതിക്കും ഇത് ബാധകമല്ലേ, ശ്രുതിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ളതല്ലേ എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി ലക്ഷ്മിയുടെ ശ്രുതിയുടെ റൂമിൽ പോയിട്ട് പറയുന്നുണ്ട്, വാതിൽ തട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും കേൾക്കുന്നുണ്ട്, ഫുഡ് റെഡിയായോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ പോവുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക്. ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി രേവതിയും കൊണ്ട് പുറത്തിറങ്ങും. ഇത് രേവതിയുടെ തൊട്ട് പിന്നാലെ തന്നെ സച്ചി നടക്കുന്നുണ്ട് കേട്ടോ. സച്ചിക്ക് രേവതിയെ വിടുന്നതിൽ ഒരു ഇഷ്ടവും ഇല്ല. പിന്നെ ഇങ്ങനത്തെ ഒരു മാസം ആയതുകൊണ്ട് അവർക്ക് പറഞ്ഞതുകൊണ്ട് ചെയ്യാതിരിക്കാനും
രണ്ടു പേർക്കും മാറി നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ അവർ സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത് ഇഷ്ടമല്ല. അവരത്രയും പിന്നെ ഒരു അമ്മയുടെ സ്നേഹം സച്ചിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഭാര്യ വന്നപ്പോൾ അച്ഛമ്മയിൽ നിന്നാണ് സ്നേഹം ലഭിച്ചിട്ടുള്ളത്, അച്ഛനിൽ നിന്നും. ഇപ്പോൾ ഭാര്യ വന്നപ്പോൾ ഭാര്യയിൽ നിന്ന് സ്നേഹം ലഭിച്ചപ്പോൾ സച്ചിക്ക് എന്തെന്നറിയിക്കാത്ത ഒരു സന്തോഷമാണെന്ന് വെച്ചാൽ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം രേവതിയെ തന്നെ വിളിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ സച്ചി തൊട്ട് പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ടാറ്റ കാണിക്കുന്നുണ്ട്. സച്ചിയുടെ കണ്ണിൽ കൂടെ കണ്ണീര് വരുന്നുണ്ട്. അവർ മൗനത്തിൽ എത്ര പറയുകയാണ്. അങ്ങനെ ഓട്ടോയിലിങ്ങും രേവതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. രേവതിയുടെ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം അമ്മയുടെ മടിയിൽ കിടന്നും കൊണ്ട് നമ്മുടെ രേവതി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സന്തോഷത്തിൽ അമ്മ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി വിളിക്കുന്നത്. സച്ചിക്ക് വീട്ടിൽ വരുമ്പോൾ ഇപ്പോൾ ആഹാരമില്ല, ഒന്നുമില്ല. അപ്പോൾ രേവതിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. രേവതി അവിടെ ആഹാരമുണ്ട്, എനിക്ക് വിശക്കുന്നു, ഞാൻ ഒന്നും കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞ് ഇങ്ങ് വന്നോളൂ, ഞാൻ ഉണ്ടാക്കിത്തരാം. അങ്ങനെ രേവതി ചന്തയിലൊക്കെ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഭക്ഷണമെല്ലാം ഉണ്ടാക്കി രേവതി സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട്, മക്കളെ ഇത് ചന്ദ്ര അറിഞ്ഞാൽ വഴക്കുണ്ടാക്കും, എനിക്ക് വല്ലാത്ത പേടിയാണ്. അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്ന കൂട്ടുകാരെ.